എല്ലാവർക്കും ബയോമെക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട ചിരമനങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ബേസ് മോഡലായ ബയോമെക് 10L പോർട്ടബിൾ ടൈപ്പ് ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ഇത് സീൽഡ് മോഡലല്ല, വാട്ടർ ജാക്കറ്റ് മോഡലാണ്. നമ്മൾ വാട്ടർ ജാക്കറ്റ് മോഡൽസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. സീൽഡ് മോഡൽ നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ഒരുപാട് റീസൺസ് ഉണ്ട്, ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ. അതൊക്കെ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാവുന്നതാണ്. ഇതിൽ 2.5 കിലോ സോളിഡ് വേസ്റ്റാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. എന്തായാലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പോകാം വീഡിയോയിലേക്ക്. ബയോമെക് എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയിൽ പരമാവധി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നോക്കാറുണ്ട്. എത്ര എക്സ്റ്റെൻഡ് വരെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നോ അതേപോലെ നമ്മൾ ട്രൈ ചെയ്ത് വളരെ സ്ട്രൈവിംഗ് ആയിട്ട് നമ്മൾ കസ്റ്റമർ സർവീസ് കൊടുക്കാറുണ്ട്. കസ്റ്റമറുടെ സപ്പോർട്ടും ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മൗത്ത് ടു മൗത്ത് ആണ് ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ ഘടകം എന്ന് വിശ്വസിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ. കസ്റ്റമറാണ് കിങ് എന്നുള്ളൊരു പോളിസി നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, മുൻപ് നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ ഒരു അന്തസത്ത ചെറുതായിട്ട് ബ്രീഫായിട്ടൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് എന്ന് പറയുന്നത്, നമ്മുടെ ഹ്യൂമൻ ബോഡിയായിട്ട് തന്നെ നമ്മൾ സെയിം ബയോഗ്യാസിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം കംപ്ലയിൻസ് എല്ലാം നമുക്ക് അതിൽ മാറിക്കിട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മൾ വേസ്റ്റ് ഇടുന്ന ക്വാണ്ടിറ്റി വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ബയോമെക് 10Lന്റെ കാര്യം തന്നെ എടുക്കുക. ഈ വീഡിയോയിൽ അതാണല്ലോ നമ്മൾ പറയുന്നത്. നമ്മുടെ വേസ്റ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2.5 കിലോ സോളിഡ് വേസ്റ്റും 4 ലിറ്റർ ലിക്വിഡ് വേസ്റ്റുമാണ്. ഇതിന്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചിലവർ ചോദിക്കും, തൂക്കി നോക്കിയിടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അതിന്റെ ആവശ്യകതയില്ല. ഒരു ആവറേജ് അളവ് അറിയാനായിട്ട്, കറക്റ്റ് ആക്യുറേറ്റ് അളവല്ല ഞാൻ പറയുന്നത്, ഒരു ആവറേജ് അളവ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബക്കറ്റിൽ 2 ലിറ്റർ വെള്ളം ഒഴിക്കുക, അതൊന്ന് മാർക്ക് ചെയ്യുക പുറത്ത്. അത് കളഞ്ഞതിന് ശേഷം ഒരു 4 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് അത് മാർക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് മാർക്ക് ചെയ്തവിടം വരെ നമുക്ക് സോളിഡ് വേസ്റ്റും സെക്കൻഡ് മാർക്ക് ചെയ്തവിടം വരെ നമുക്ക് ലിക്വിഡ് വേസ്റ്റും നമുക്ക് ഒഴിക്കാം ഒരു ദിവസം. അതാണ് അതിന്റെ അളവ്. ഈ അളവ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം കംപ്ലയിൻസ് ഒക്കെ പോകും. അതുപോലെ തന്നെ പോകാൻ പാടില്ലാത്ത വേസ്റ്റുകൾ പോകാതെ നോക്കുക. ഒരളവിൽ കൂടുതൽ ഒരു നേച്ചറിലുള്ള വേസ്റ്റ് ഇടാതെയും ശ്രദ്ധിക്കുക. ചില കസ്റ്റമേഴ്സ് ബയോമെക് 10L നമ്മൾ ഔട്ട്പുട്ട് പറയുന്നത് 1.5 മണിക്കൂറാണെങ്കിൽ പോലും രാവിലെ 1 മണിക്കൂറും വൈകിട്ട് ഒരു 3/4 മണിക്കൂറൊക്കെ കിട്ടുമെന്ന് പറയാറുണ്ട്. അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന മിനിമം ക്വാണ്ടിറ്റികളും നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷം മാത്രമേ ഉള്ളൂ. സ്ലറി വരുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഇടുന്ന അത്രയും തന്നെ പുറത്തോട്ട് വരണം. പുറത്തോട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തീർച്ചപ്പെടുത്തേണ്ടതാണ്. പിന്നെ നമ്മൾ പ്ലാന്റിനകത്ത് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അത് നമ്മൾ പറയുന്ന ഡയറക്ഷൻസ്, നമ്മുടെ വോയിസ് റെക്കോർഡിംഗ്, അതേപോലെ യൂസർ മാനുവൽ, ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കേൾക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കോമെന്റ് ചെയ്യണം. പിന്നെ സ്കിപ്പ് ചെയ്ത് കണ്ടതിൽ ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസിനറേറ്റർ സോളാർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഫോളോ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, താങ്ക് യു.